ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ജിഷാസ് വേൾഡ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അവലോസ് പൊടിയാണ്. പണ്ട് കാലത്തുള്ള അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു അവലോസ് പൊടിയാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയാട്ടോ. അത് കഴുകി വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷം ഇങ്ങനെ ഒരു ചരുവത്തിലിട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇതല്ലാണ്ട് നമ്മൾ അരി പൊടിച്ചിട്ടും അവലോസ് പൊടി ഉണ്ടാക്കും, ഈ രീതിയിലും ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിലാണ് ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നല്ല ടേസ്റ്റാട്ടോ. നമുക്ക് 4 മണിക്കൊക്കെ ചായേൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് സൂപ്പറാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് ആ 2 ഗ്ലാസ് അരി നന്നായിട്ട് വറുത്തെടുക്കാം. വറുത്ത് എടുത്തതിന് ശേഷം അത് തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചിട്ടാണ് നമ്മൾ അവലോസ് പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അടുപ്പിൽ നല്ല തീയുള്ളത് കൊണ്ട് പകുതി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റും കൂടി നമുക്ക് അടുപ്പത്തിട്ട് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അരിയെല്ലാം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമുക്ക് വെളിയിൽ വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അരിയെല്ലാം ഒരുവിധം ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇത് നന്നായിട്ട് അങ്ങ് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി പൊടിച്ചെടുക്കാം. അത്ര നന്നായി പൊടിയണ്ട, ഒരു മീഡിയം രീതിയിൽ പൊടിച്ചാൽ മതിയാവും. ഇത്തിരി തരി വേണം, അപ്പോഴാണ് നമുക്ക് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അത് കടിക്കാനിങ്ങനെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ 3 റൗണ്ട് പൊടിച്ചെടുത്തിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു നാളികേരം ആവശ്യമാണ്. ഞാൻ നാളികേരം ചിരണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അത് മുഴുവനായിട്ട് തന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് ഏലക്കയാണ്. അപ്പോൾ കുറച്ച് ഏലക്ക കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ തേങ്ങ നന്നായിട്ട് നനഞ്ഞ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൊടിച്ച അരിപ്പൊടി കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയും ഏലക്കയും കൂടി പൊടിച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെല്ലമാണ് വേണ്ടത്. നമുക്ക് എത്ര മധുരം ആവശ്യമാണോ അത്രയും വെല്ലം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ചതച്ചിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. പിന്നെ കുറച്ച് അരിപ്പൊടി കൂടി ഇട്ടിട്ട് മിക്സിയിലൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ പൊടിച്ച ഈ വെല്ലം കൂടി നമുക്ക് പൊടിച്ച അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ വെല്ലം കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മധുരം എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാട്ടോ ഇങ്ങനെ ഒരു രീതിയിൽ അവലോസ് പൊടി ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെയാണ് കഴിക്കുക വെച്ചാൽ നമ്മുടെ ചെറുപഴം കുഴച്ചിട്ട് ഈ അരിപ്പൊടി കൂടി അതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഉരുട്ടി കഴിക്കണം. അടിപൊളി ടേസ്റ്റാണ്. പണ്ടത്തെ കാലത്തെ ഒരു 4 മണി പലഹാരമാണ് കേട്ടോ അത്. ഒരുപാട് നാളൊന്നും ഇങ്ങനെ പൊടിച്ചാൽ സൂക്ഷിക്കാൻ പറ്റത്തില്ല. നമ്മൾ അരിപ്പൊടിയാണെങ്കിൽ ഒരുപാട് നാൾ സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ ഇത് നമുക്ക് അപ്പോൾ കഴിക്കാൻ 2-3 ദിവസമൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക, സൂപ്പറാണ്. നമ്മൾ വൈകുന്നേരമൊക്കെ ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്കാണെങ്കിൽ അവർ സ്കൂൾ വിട്ട് വരുമ്പോഴും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചായേൻ്റെ കൂടെയൊക്കെ നന്നായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.